ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്നലെ നമ്മുടെ ഇഫ്താറിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ ഇന്നലത്തെ ഇഫ്താറിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ സൺഡേ, അപ്പോൾ നമ്മൾ വീട്ടിലല്ല നോമ്പ് തുറന്നത്. നമ്മൾ ഫ്രണ്ട്സും അതുപോലെ തന്നെ എല്ലാവരും ചേർന്നിട്ട് ഒരു പാർക്കിൽ പോയിരുന്ന് നോമ്പ് തുറക്കാനാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു 4-5 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ എല്ലാവരെയും കൊണ്ട് പറ്റുന്ന കുറച്ച് ഐറ്റംസ് എടുത്തതിന് ശേഷം നമ്മളെല്ലാവരും കൂടി അവിടെ പോയിരുന്ന് ഷെയർ ചെയ്ത് കഴിക്കാനാണ് നമ്മുടെ ഇന്നത്തെ ഇഫ്താർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ആദ്യം റെഡിയാക്കുന്നത് മുട്ട പുഴുങ്ങിയിട്ട് അത് ഒന്ന് മസാല പുരട്ടി എടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കുറച്ച് മുട്ട ബോയിൽ ചെയ്തെടുത്തു. അതിന് ശേഷം പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് റോൾ ചെയ്ത് എടുക്കുകയാണ്. പിന്നെ ചായ ഫ്ലാസ്കിൽ, അപ്പോൾ നമ്മളെല്ലാവരും ചായയും കാര്യങ്ങളും ഒക്കെ പറ്റുന്ന അത്രയും ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും ചായ റെഡിയാക്കിയിട്ടുണ്ട് ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് മാറ്റാനായിട്ട്. പിന്നെ കറിയായിട്ട് ഞാൻ മട്ടൻ കറി ആണ് റെഡിയാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ കഴിക്കാനായിട്ട് കുറച്ച് നൈസ് പത്തിരിയും റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ പലരും പല ഐറ്റംസാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്നാക്സായിട്ടും അതുപോലെ തന്നെ കട്ട് ഫ്രൂട്ട്സായിട്ടും ജ്യൂസായിട്ടും അങ്ങനെ മെയിൻ കോഴ്സായിട്ടും പല ഡിഫറെൻറ്റ് വെറൈറ്റി കറികളായിട്ടും അങ്ങനെ നമ്മൾ 4-5 ഫാമിലീസ് പല ഐറ്റംസ് എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ഒരു 5 വീടുകളിൽ നിന്ന് പല ഐറ്റംസ് ഒരുമിച്ച് കൊണ്ടുവന്ന് നോമ്പ് തുറക്കാനാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിന്ന് നെക്സ്റ്റ് ഇന്നത്തെ ഇഫ്താറിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഫ്രൈ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയും കൂടി ഷെയർ ചെയ്ത് പോവുകയാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് ഇഫ്താറിന് മാത്രമല്ല, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ്സ് കൊണ്ട് റെഡിയാക്കി കഴിക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലേറ്റിൽ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്ലെയിൻ കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡേറ്റ്സ് എന്ന് പറയുന്നത് ഷുഗർ സിറപ്പ് ഒന്നും ആഡ് ചെയ്യാത്ത ഫ്രഷ് ഫ്രം ഫാം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഡയറക്റ്റ് പറിച്ച കുറച്ച് ഡേറ്റ്സ് ആണ്. അപ്പോൾ ഇക്കടെ ഒരു ഫ്രണ്ട് നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആ ഡേറ്റ്സ് ഉണ്ടല്ലോ, ആ ഡേറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് ഡേറ്റ്സ് സീഡ് റിമൂവ് ചെയ്യും. അപ്പോൾ ആ ഡേറ്റ്സിൻ്റെ സീഡ് ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഓരോരോ കാഷ്യൂനട്ട് വയ്ക്കും. പിന്നെ പഴംപൊരിയുടെ സെയിം ബാറ്റർ, അതായത് നമ്മൾ മൈദയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ ഫുഡ് കളേഴ്സും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഡേറ്റ്സ് നല്ല മധുരമുള്ള ഡേറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഷുഗറും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ പഴംപൊരിയുടെ സെയിം ബാറ്റർ സെയിം കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുത്തതിന് ശേഷം ഉള്ളിൽ നട്ട്സ് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ഓരോന്നായിട്ട് ആ ബാറ്ററിൽ മുക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു മൈദ മിക്സ് എന്ന് പറയുന്നത് ഫുള്ള് കോട്ടാവണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ആ മൈദയുടെ ആ ബാറ്ററും അതുപോലെ തന്നെ കുറച്ച് ഫ്രൈ ചെയ്യുമ്പോഴത്തേനും വെന്ത ആ ഒരു ഡേറ്റ്സും അതുപോലെ തന്നെ വളരെ ക്രിസ്പി ആയിട്ട് മാറുന്ന ആ ഒരു നട്ട്സും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഫ്രൈ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇത് സാധാരണ വളരെ സിമ്പിളായിട്ടുള്ള, കൂടുതൽ വീടുകളിലും ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. വളരെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ഞാൻ ഇത് അറിയാത്തവർക്ക്, ഇത് ചെയ്ത് നോക്കാത്തവർക്ക്, ട്രൈ ചെയ്യാത്തവർക്ക് ഇതെന്താണെങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു സ്നാക്കായിരിക്കും. അപ്പോൾ ചെയ്ത് നോക്കാത്തവർ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള ഒരു പ്ലാനായിരുന്നു. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം പാർക്കിൽ നോമ്പ് തുറന്നതിന് ശേഷം സ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം എല്ലാവർക്കും പിറ്റേ ദിവസം രാവിലെ ഓഫീസിലും സാറയ്ക്ക് സ്കൂളിലും ഒക്കെ പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് തുറന്ന് ഒരു 8:30 കൂടിയിട്ടൊക്കെ പിരിയാനാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു നെക്സ്റ്റ്
പാർക്കിലിരുന്നിട്ടുള്ള നെക്സ്റ്റ് ഇഫ്താർ നോമ്പ് തുറ എന്ന് പറയുന്നത് നമ്മൾ വേറെ ഒരു ദിവസം പ്ലാൻ ചെയ്യും. അത് എന്താണേലും ഒരു ഫ്രൈഡേയിലോ സാറ്റർഡേയിലോ ആയിരിക്കും. സൺഡേയിലേക്ക് ആ പ്ലാൻ പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കുട്ടികളെയും ഒക്കെ ആയിട്ട് കുട്ടികളെയും റെഡിയാക്കണം. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ഈസി ആൻഡ് ടേസ്റ്റി, എന്നാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഫ്രൈ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഫ്രൈ ചെയ്ത് ക്യാരി ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പല 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 സ്നാക്സ് പലരും എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ചിക്കൻ പത്തിരി സ്നാക്ക്, അതുപോലെ തന്നെ സമൂസ, ബീഫ് സമൂസ, പിന്നെ അങ്ങനെ പല പല സ്നാക്സ് പലരും എടുക്കുന്നുണ്ട്. അപ്പോൾ പല പല ഫുഡായിട്ട് പത്തിരിയായിട്ടും ഇടിയപ്പമായിട്ടും പൊറോട്ടയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ നമ്മുടെ എന്താ പറയുക കപ്പ ബിരിയാണി ആയിട്ടും അങ്ങനെ പല 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 തിക്കിടി, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. അപ്പോൾ പലതുള്ളി പെരുവെള്ളം എന്നല്ല, അപ്പോൾ എല്ലാവരും ഒരു 4-5 കൂട്ടം ഐറ്റംസ് ഓരോരുത്തർ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ന് അത്യാവശ്യം വളരെ രസകരമായിട്ടുള്ള, വളരെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് നോമ്പ് തുറക്കുന്നതിനൊക്കെ അധികം ഇതുപോലെ വീക്കെൻഡ്സിൽ ഇതുപോലെ നമ്മൾ മാക്സിമം ഫ്രണ്ട്സുമായിട്ട് മാക്സിമം കൂടാനൊക്കെ നോക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ സുഹൂർ നമ്മൾ ഇടയത്താഴം വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്തായിരുന്നു ഇടയത്താഴം കഴിച്ചിരുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ലാസ്റ്റ് ബാച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബാച്ച് എന്ന് പറയുന്നത് ഞാൻ ഇട്ട് കൊടുത്തു. ഭയങ്കര അടിപൊളിയായിട്ടുള്ളത്. ഇത് ട്രൈ ചെയ്യാത്തവരും ഇതറിയാത്തവരും, ഇത് കുറച്ച് പേർക്കെങ്കിലും, കൂടുതൽ പേർക്ക് അറിയാമായിരിക്കാം, എന്നാൽ അറിയാൻ പാടില്ലാത്ത കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ എഗ്ഗ് റോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ സവോളയോ ഉള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ, അതിലേക്ക് കുറച്ച് പൊടികൾ മാത്രം ചേർത്തിട്ട് ആ എഗ്ഗ് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അത് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ, ഇഫ്താറിന് നോമ്പ് തുറക്കുമ്പോൾ ചൂട് ചായയുടെ കൂടെ കൂടുതലായിട്ടും ആ ഒരു എഗ്ഗ് മസാല ഇട്ടത് കഴിക്കുന്നത്. പിന്നെ അപ്പത്തിൻ്റെ കൂടെ, ഫുഡിൻ്റെ കൂടെ മെയിൻ കോഴ്സായിട്ട് കഴിക്കാൻ വേറെ പല പല കറികളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ എഗ്ഗ് ചൂട് ചായയുടെ കൂടെ ഈ മസാല പുരട്ടിയിട്ടുള്ള ഈ ബോയിൽഡ് എഗ്ഗ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം, കശുവണ്ടിപ്പരിപ്പ് ഒക്കെ വെച്ച് പൊരിച്ചത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കണ്ടോ അവിടെ ഇവിടെയൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ ഒരു ക്രിസ്പി ആയിട്ട് നല്ലതായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേനും ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ മട്ടൻ കറിയും അതുപോലെ തന്നെ നൈസ് പത്തിരിയൊക്കെ ചുട്ടി കാസ്ട്രോളിലാക്കി, പിന്നെ അതിനുശേഷം നമ്മൾ ചായ നമ്മളെക്കൊണ്ട് ഓരോരുത്തർക്കൊണ്ടും പറ്റുന്ന ക്വാണ്ടിറ്റിയിലുള്ള ചായ അവരവർ നല്ല ചൂട് ചായ ഫ്ലാസ്കിലാക്കി, അങ്ങനെ നമ്മൾ ഓരോരുത്തരും അവരവരെ കൊണ്ട് പറ്റുന്ന ഐറ്റംസ് ക്യാരി ചെയ്ത് നമ്മൾ പാർക്കിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ചൂടൊക്കെ മാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അടച്ചു വെക്കാമെന്ന് വിചാരിച്ചു. ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഫ്രൈ, പിന്നെ ഇത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നോർമൽ ഡേറ്റ്സ്, പിന്നെ കറികൾ ഓരോന്നോരോന്ന് ഞാൻ കിച്ചണിൽ ആകുന്നതിനനുസരിച്ച് ഓരോരോ ഐറ്റംസ് ടേബിളിലേക്ക് കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ വളരെ ഞാൻ നമ്മൾ നോമ്പ് തുറയുടെ ഒരുപാട് പാർക്കിൽ പോയിരുന്നിട്ട് നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളൊന്നും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഇഫ്താറിന് വേണ്ടി, എൻ്റെ സെക്കൻഡ് റമളാൻ, രണ്ടാമത്തെ നോമ്പിൽ ഞാൻ ഇഫ്താറിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത എൻ്റെ ഐറ്റംസാണ് ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ നോമ്പും കാര്യങ്ങളൊക്കെ കാരണം വാട്ട് ഈറ്റിൻ്റെ ഡേ നമുക്ക് ചെയ്യാനായിട്ട് നിവർത്തിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു റംളാൻ സീരീസ് ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാം ഓരോന്നോരോന്നായിട്ട് നൈസ് പത്തിരിയും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ്സ് ഫ്രൈയും മുട്ട റോസ്റ്റും ഡേറ്റ്സും കുറച്ച് പൊട്ടറ്റോ കറിയും മട്ടൻ കറിയും, പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഇടിയപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇടിയപ്പവും എല്ലാം കൂടി നമ്മൾ
പാക്ക് ചെയ്ത് ഒരു കവറിലാക്കി നമ്മൾ ഏകദേശം നമുക്കിപ്പോൾ റെഡിയായി പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഫ്രൂട്ട്സായിട്ട് ഞാൻ എടുക്കുന്നത് ഈ വാട്ടർമെലൺ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഗ്രേപ്സ് നന്നായിട്ട് ഗ്രേപ്സ് വാഷ് ചെയ്തതിന് ശേഷം ഇതും വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് മാറ്റി അതും എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടിയപ്പം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പം നമ്മൾ ആവി കയറ്റി എടുക്കുന്നത് കൊണ്ട് അത് എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ചായയും അതുപോലെ തന്നെ സ്നാക്കും മെയിൻ കോഴ്സും ഫ്രൂട്ടും എല്ലാം റെഡിയായി. ഇനി നമ്മൾ ഏകദേശം നമ്മുടെ സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ 2 ഫ്ലാസ്കിലാണ് ഞാൻ ചായ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്പോസിബിൾ പ്ലേറ്റ്, ഡിസ്പോസിബിൾ ഗ്ലാസ്, അങ്ങനെ എല്ലാവരും അങ്ങനെ എല്ലാ ഐറ്റംസും ക്യാരി ചെയ്ത് വെൽ പ്രിപ്പയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് സംഭവിച്ച ഒരു പ്ലാനായിരുന്നു. നമ്മൾ തലേദിവസം സുഹൂറ് കൂടി ഇതിന് ശേഷം എന്നാൽ നെക്സ്റ്റ് ഡേയിൽ കൂടുതലായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യാതെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം ക്യാരി ചെയ്ത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇഫ്താറും നമുക്ക് സൺഡേയിൽ വെക്കാം. ഇനി നെക്സ്റ്റ് ഒരു വീക്കെൻഡിൽ വളരെ വെൽ പ്രിപ്പയർഡായിട്ട് നല്ല ഐറ്റംസൊക്കെ കുക്ക് ചെയ്ത് ഉള്ള ഒരു ഇഫ്താർ വെക്കാം എന്നാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് ഖുറാനിക് പാർക്കിലാണ്, അൽ കവനീജ് ഖുറാനിക് പാർക്കിലാണ്. അപ്പോൾ അത് അത്യാവശ്യം നമ്മൾ ഓടിയെത്തിയപ്പോഴത്തേനും കുറച്ച് ലേറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ധൃതിയിൽ നടന്ന് നീങ്ങുകയാണ്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമുക്ക് ദുബായിൽ കുറച്ച് ചൂടിലേക്ക് നമ്മൾ വന്ന് തുടങ്ങിയതാണ്. ചൂടിൽ നിന്ന് വീണ്ടും നല്ല തണുപ്പായിരുന്നു, അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. അധികം തണുപ്പ് കാണത്തില്ല എന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്കൊന്നും ഞാൻ ജാക്കറ്റ്സോ അങ്ങനെ ഉള്ള സംഭവങ്ങളൊന്നും എടുത്തില്ല. പിന്നെ ഇന്ന് ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നില്ല, കുറച്ച് നേരത്തെ പിരിയുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കെൻഡിലൊക്കെ നമ്മൾ ഇഫ്താർ മീറ്റിന് കൂടുമ്പോൾ വെൽ പ്രിപ്പയർ ആയിട്ട് വരേണ്ടതുണ്ട്. കാരണം അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മളാണ് ഏകദേശം കുറച്ച് ലേറ്റായിട്ട് എത്തിയത്. അപ്പോൾ നമ്മൾ ഇഫ്താർ സ്പോട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രണ്ടാമത്തെ റമദാൻ 2ൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം ഒരു മാറ്റൊക്കെ വിരിച്ചു. അപ്പോൾ കഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ എല്ലാം തുറന്ന് ഒക്കെ സെർവ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കഴിച്ചത് ചായയും അതുപോലെ തന്നെ ജ്യൂസും കട്ട് ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ മെയിൻ കോഴ്സിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇഫ്താർ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇഫ്താർ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.